പശ്ചിമേഷ്യൻ സംഘർഷം നിരീക്ഷിച്ച് അവശ്യ നടപടികൾ സ്വീകരിക്കുമെന്ന് തുടർന്ന് ഇന്ത്യ മണ്ണെണ്ണ സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇതോടെ മണ്ണെണ്ണ രഹിതമായി മാറി 21 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മണ്ണെണ്ണ വിതരണം ചെയ്യും. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്ന BWTYR നാളെ മുംബൈ തീരത്തും BWELM മറ്റന്നാൾ മാംഗ്ലൂർ തീരത്തും എത്തും. അർജുൻ ചേരുന്നുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, രാജ്യത്തെ ഈ പരിസ്ഥിതി സൗഹാർദ്ദമായി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി എടുത്ത നിലപാടുകളും നിയന്ത്രണങ്ങളും ഒക്കെ മാറ്റിവെക്കുകയാണ്. അത്ര ഗുരുതരമായ അല്ലെങ്കിൽ അത്ര സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പാചകവാതകത്തിന്റെ ലഭ്യത കുറവ്, അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവ് സോഴ്സുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതമാകുന്നു. മണ്ണെണ്ണയ്ക്കുള്ള വിലക്ക് നീക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി അതിന്റെ വിതരണം? ഗൂഗിൾ ശ്രീനിധി, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇന്ധന പ്രതിസന്ധിയിൽ കുറച്ചുകൂടി അയവ് വരുത്താനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. 2 മാസത്തേക്കാണ് ഈ മണ്ണെണ്ണ സൂക്ഷിക്കുന്നതിനും വിതരണത്തിനുമുള്ള നിയമങ്ങളിൽ ലഘൂകരിച്ച് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇനി മുതൽ പെട്രോൾ പമ്പ് വഴി മണ്ണെണ്ണ വിതരണം ചെയ്യും. അത് മണ്ണെണ്ണ മുക്തമായിട്ടുള്ള 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിരിക്കും ഇത്തരത്തിൽ പെട്രോൾ പമ്പ് വഴി മണ്ണെണ്ണ ലഭിക്കുക. ഒരു ജില്ലയിലെ 2 പമ്പുകളുടെ അടിസ്ഥാനത്തിൽ 5000 ലിറ്റർ വരെ അതാത് പമ്പുകൾക്ക് മണ്ണെണ്ണ സൂക്ഷിക്കാനുള്ള അനുമതി ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പൊതുമേഖലാ എണ്ണ കമ്പനികൾ നടക്കുന്ന പെട്രോൾ പമ്പുകൾക്ക് മണ്ണെണ്ണ സംരംഭിക്കാനും വിതരണം ചെയ്യാനുള്ള അനുവാദവും എന്തായാലും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ മണ്ണെണ്ണ എന്ന് പറയുന്നത് വലിയ തോതിൽ മലിനീകരണം വർദ്ധിപ്പിക്കുന്ന ഇന്ധനമായതിനാൽ പല സംസ്ഥാനങ്ങളും ഒഴിവാക്കിയിരുന്നു. അങ്ങനെ ഒഴിവാക്കിയ സംസ്ഥാനങ്ങളിലാണ് പെട്രോൾ പമ്പ് വഴി ഒരു ജില്ലയിലെ 2 പെട്രോൾ പമ്പുകൾ വഴി 5000 ലിറ്റർ സൂക്ഷിക്കാനും വിതരണം ചെയ്യാനുള്ള ഒരു അനുമതി ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇത് അടുത്ത 2 മാസത്തെ കാലത്തേക്ക് കുറച്ചെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇന്ധന പ്രതിസന്ധിയിൽ ഒരു അയവ് വരുത്തുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് LPG ഇപ്പോഴും ഈ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് തുടരുന്നത്. കുറച്ചായിട്ടാണെങ്കിൽ പോലും വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ടാങ്കറുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയും മറ്റന്നാളും ഒന്ന് മുംബൈ തീരത്തേക്കും ഒന്ന് ന്യൂ മംഗലൂരു തീരത്തേക്കും 2 കപ്പലുകൾ വീതം എത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 2 കപ്പലുകളുമായി ചേർത്ത് ഏകദേശം 92,000 മെട്രിക് ടൺ LPG ആണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് 18 കപ്പലുകൾ കൂടിയാണ് ഈ ഷാർജ തീരത്ത് ഇപ്പോൾ നങ്കൂരമിട്ട് അനുമതിക്കായി കാത്തു നിൽക്കുന്നത്. ഇതും അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറപ്പെടാനുള്ളൊരു അനുമതി, ഹോർമൂസ് കടക്കാനുള്ളൊരു അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കേന്ദ്ര സർക്കാരുണ്ട്. അതിലൂടെ ഇപ്പോൾ ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു സംഘർഷം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ടുപോയാലും ഇന്ത്യക്ക് വലിയ തോതിലുള്ള ആഘാതം ഉണ്ടാകാതെ ആഘാതം കുറച്ചെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നിലവിൽ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഏത് തരത്തിൽ ഈ യുദ്ധം നീണ്ടുപോയാലും അത് ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കാതെ എങ്ങനെയൊക്കെ കടന്നു പോകാമെന്നുള്ള പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്നത് ഈ മണ്ണെണ്ണയെ സംബന്ധിച്ചിട്ടുള്ള പുതിയ തീരുമാനം. എന്തായാലും ഇപ്പോഴും കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അതാത് സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ കൈക്കൊണ്ടുവരിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും അവിടെ ബാക്കിയുള്ള കപ്പലുകൾ LPG ടാങ്കറുകൾ കടത്തിവിടുക എന്നുള്ള കാര്യത്തിലാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ പുതിയ പരിഷ്കാരങ്ങൾ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ. ശരി അർജുൻ, ഏതായാലും ഈ പ്രതിസന്ധി മറികടക്കാൻ അല്ലെങ്കിൽ പാചകവാതക ഇന്ധന പ്രതിസന്ധി, അതിലെ നിയന്ത്രണങ്ങൾ കുറച്ചെങ്കിലും ലഘൂകരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലിനീകരണം ഉണ്ടാക്കുമെങ്കിലും മണ്ണെണ്ണയ്ക്കുള്ള നിയന്ത്രണം സംസ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയത്, അത് നേരിയ തോതിലെങ്കിലും വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു അസാധാരണമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അസാധാരണമായ തീരുമാനങ്ങളെന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.